സതീശൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ദൂരവ്യാപകമായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പൊളിറ്റിക്സ് തന്നെയാണ്. സതീശൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? ന്യൂനപക്ഷ ഏകീകരണം കൊണ്ടാണ് ഇപ്പം കേരളത്തിലുടനീളം ഉണ്ടായ നേട്ടം അവർക്ക്. അപ്പൊ അത് മതി, ബാക്കി ഭൂരിപക്ഷം വേണമെങ്കിൽ വോട്ട് ചെയ്താൽ മതി. പണ്ടും ഞങ്ങൾ ഈ ന്യൂനപക്ഷ ഏകീകരണത്തിന്റെ പാർട്ടിയാണ്, അതായത് ക്രിസ്ത്യൻ മുസ്ലിം ഏകീകരണം. അയാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷ ഏകീകരണം അത് സാധ്യമായതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് വിജയിക്കാനായത്. അതായത് വർഗീയ ധ്രുവീകരണം തിരുവനന്തപുരത്ത് നടന്നു. അതിന് കാരണമായത് പിണറായി വിജയനാണ്. വർഗീയ ധ്രുവീകരണം, അതായത് ന്യൂനപക്ഷ ഏകീകരണം ഈ പറയുന്ന മലപ്പുറത്തും അതിനോടനുബന്ധിച്ചിട്ടുള്ള ആ ജില്ലകളിൽ നടന്നത് സതീശൻ കണ്ടില്ലായിരുന്നു. അതായത് ഈ പറയുന്നത് പോലെ പിണറായി വിജയൻ സർക്കാർ എന്ത് പറയുമ്പോഴും അയ്യപ്പന്റെ കാര്യം പറഞ്ഞതും അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ എല്ലാവർക്കും ദഹിക്കുന്നില്ലല്ലോ. ഇപ്പൊ പല ചാനലിലും വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ വണ്ടിയെ കയറിയ കഥയൊക്കെ പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു, മലപ്പുറത്ത് ഈ പറയുന്ന മറ്റ് ജാതിക്കാരുണ്ട്, അവർക്ക് യാതൊരു പ്രാതിനിധ്യമില്ല, അവരെ പരിഗണിച്ചിട്ട് അല്ലെ വരെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് ഒരു കാര്യവും കാണുന്നില്ല. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനം ഇലക്ഷൻ നടന്ന അൻവറിന്റെ മണ്ഡലത്തിൽ തന്നെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഒരേപോലെയാണ് ഉള്ളത്. പക്ഷേ അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അത് പരിഗണിക്കാൻ തയ്യാറാകുന്ന ഒരു മാനസികാവസ്ഥ അവിടുത്തെ ന്യൂനപക്ഷത്തിന് അത് എടുത്തു പറയത്തക്കോണമുള്ള മുസ്ലിമിനില്ല. അത് പറഞ്ഞു പോയേ മതിയാകത്തുള്ളൂ. പലർക്കും ഇവിടെ വന്ന് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്നില്ല. അവരെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാവരും തയ്യാറാകുന്നു. പ്രത്യേകിച്ച് UDF അതിന്റെ കാരണമാകുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്നത് പോലെ പോയാൽ അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വന്നാൽ ഈ പറയുന്ന മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്നത് പോലെ ആയിരിക്കും കേരളത്തിൽ മൊത്തമുള്ള ഭരണം. മൊത്തം പേരും അത് അനുഭവിക്കേണ്ടി വരും. ഇത്രേ പറഞ്ഞുള്ളൂ.